അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണമില്ലാത്ത ജീവിതം അതൊരു അസഹനീയമായ ജീവിതമാണ്. പൈസ കൊണ്ട് ജീവിച്ച് ആവശ്യത്തിനൊക്കെ പണം ചെലവഴിച്ച് ജീവിച്ചവർ ഏതാണ്ട് വാർദ്ധക്യത്തിലെത്തുമ്പോൾ പണമില്ലാതെയാവുമ്പോൾ മാനസികമായി വലിയ തകർച്ചയിലെത്തും. അതാണ് സത്യത്തിൽ പലർക്കും രോഗം പിടിപെടാൻ കാരണമായി തീരുന്നത്. നമ്മൾ സ്നേഹിക്കുമെന്ന് വിചാരിച്ചവരുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാണ്ട് വരും. ചില ആളുകൾ എന്നോട് നേരിട്ട് പറഞ്ഞൊരു വിഷയം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം. ഒരു കാലഘട്ടത്തിൽ എല്ലാമായിരുന്ന, സാമ്പത്തികമായി എല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തി പിന്നീട് ഗൾഫ് ജോലിയോ അല്ലെങ്കിൽ നാട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാതെ വലിയൊരു ജോലിക്കൊന്നും പോകാൻ കഴിയാതിരിക്കുമ്പോൾ ക്രമേണ പിന്നെ മക്കളോ മറ്റൊക്കെ ആയിരിക്കും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അവിടെ ഒറ്റപ്പെടുന്നൊരവസ്ഥ നമുക്ക് തോന്നും. പിന്നെ നമ്മൾ അത്ര പരിഗണിക്കുന്നില്ലേ എന്നൊരു തോന്നൽ നമുക്ക് വല്ലാതെ നമ്മളെ മനസ്സിനെ വ്യാകുലപ്പെടുത്തും. അങ്ങനെ വ്യാകുലപ്പെടുത്തുന്നവർ ചിന്തിക്കേണ്ടത് അൺവാണ്ടഡ് തിങ്കിങ് ഒക്കെ ഒഴിവാക്കുക. ഉള്ള സന്തോഷമനുസരിച്ച് മനസ്സിന് കൂടുതൽ എനർജി പവർ കൊടുക്കുക. കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് വലിയ രോഗങ്ങൾ വരുമ്പോൾ, ഇവർ തന്നെ നമ്മളെ ചികിത്സിക്കുന്നൊരു ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനത് താങ്ങാത്ത വിഷമം വരും. വിഷമം അതുപോലെ തന്നെ ടെൻഷനുകളാണ് പിന്നീട് മൈൻഡിൽ കടന്ന് വല്ലാതെ അലോസരപ്പെടുത്തി വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാക്കുക, വലിയ പ്രശ്നം ഉണ്ടാക്കും. പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ എന്തെങ്കിലും കൂടി. ഞാനിപ്പോൾ എല്ലാവരുടെ മുന്നിലും ഒറ്റപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ വേദന ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ്. അദ്ദേഹം ഗൾഫിൽ നല്ല ജോലിയും നല്ല സെറ്റപ്പും ഒക്കെ ആയിരുന്നു. ഭാര്യ മക്കളിടയിൽ ജീവനായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവസാനം ഒന്നും ഇല്ലാണ്ടായപ്പോൾ അവഗണിക്കുന്നൊരവസ്ഥ വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ശരിക്കും ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ആകെ സങ്കടത്തോടു കൂടെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ. നമ്മളായി കണ്ടിരുന്ന ഭാര്യയും മക്കളുമൊക്കെ അകന്നു പോകുന്നതായി തോന്നുന്നൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടം പറയാൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് വലിയ വിഷമത്തോടു കൂടെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തൊരു മോട്ടിവേഷനാണ്, അൺവാണ്ടഡ് തിങ്കിങ്ങുകളൊക്കെ ഒഴിവാക്കുക. ഇങ്ങോട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി സഹകരിക്കുക. കഴിവിൻ്റെ പരമാവധി നാവ് ഒതുക്കി വെക്കുക, സംസാരങ്ങൾ ഒതുക്കുക. നമ്മൾ നമ്മുടേതായൊരു ലോകത്ത് ജീവിക്കുക. നമ്മൾ പറയുന്നത് അനുസരിക്കാനും നമുക്ക് സപ്പോർട്ടിങ്ങും കുറവായി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുക? അത് പരിഗണിക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത, നമ്മെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തവരോട് സംസാരം കുറയ്ക്കുക. ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ പറയുക. നമ്മുടെ വേദനകളും വ്യാകുലതകളുമൊക്കെ റബ്ബിലേക്ക് സമർപ്പിച്ച് മിണ്ടാണ്ടിരിക്കുക. സംസാരം വരുമ്പോൾ അത് കൂടുതൽ എല്ലാവരുടെ ഇടയിലും പ്രശ്നങ്ങളെ വരും. കാരണം സമ്പത്ത് നമ്മളെ കയ്യിലില്ല എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ട കാര്യം, നമ്മളെ നാവ് ഒതുക്കി വെക്കുക. സൈലൻ്റ് ഈസ് ബെസ്റ്റ് ചോയ്സ്, സൈലൻ്റ് ഈസ് ബെസ്റ്റ് ആക്ടർ, സൈലൻ്റ് ഈസ് ബെസ്റ്റ് ലൈഫ്. അവിടെ ഏറ്റവും നല്ലത് നല്ല സൈലൻ്റായി ജീവിക്കുക എന്നുള്ളതാണ്. സൈലൻറ്റിന് കിട്ടുന്ന ഒരു പവർ ഭയങ്കര പവറാണ്. ഇപ്പോൾ സൈലൻ്റ് ആകുമ്പോൾ നമ്മുടെ മനസ്സിന് ഇതൊക്കെ കൂടെ തിങ്ങി വരുമോ? അങ്ങനെ ആവാൻ പാടില്ല. കാരണം മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇതെല്ലാം ഒഴിവാക്കുക. നമ്മൾ നന്നായി നമ്മുടെ മനസ്സുകൊണ്ട് നല്ല പോസിറ്റീവ് എനർജി കൊടുത്ത് നമ്മുടെ മനസ്സിനെ നന്നായി പാകപ്പെടുത്തുക. ഒരുപാട് കാലം സുഖമായി ജീവിച്ചല്ലോ, ഒരുപാട് കാലം ഭാര്യയും മക്കളെയൊക്കെ സന്തോഷത്തോടെ നോക്കിയല്ലോ, ഇപ്പോഴല്ലേ ഇല്ലാതായത്, സാരമില്ല, എപ്പോഴും അങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിച്ച് തന്നതിനൊക്കെ അള്ളാഹുവിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ്
നല്ല ഉന്മേഷത്തോടെ ഉഷാറോടുകൂടെ നല്ല ഹാപ്പിയായി പുഞ്ചിരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റെന്തെങ്കിലും മനസ്സിനെ അലോസരപ്പെടുത്തുന്ന വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. അത് മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞ് ഉടനെ ആ ഭാഗത്തേക്ക് നല്ല മോട്ടിവേഷൻ, എനർജി, പവർ, പോസിറ്റീവ് കൊടുത്ത് നമ്മുടെ ജീവിതം ഹാപ്പിയാക്കാൻ ശ്രമിക്കുക.